പേർക്ക് അറിയാം ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് തലസ്ഥാന നഗരിയിൽ ട്രിവാൻഡ്രത്ത് ട്രാൻസ്ജെൻഡർ സെല്ല് ഉള്ള കാര്യം എത്ര പേർക്കറിയാം? ട്രാൻസ്ജെൻഡർ സെല്ല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന് പറയാം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ലൈക്ക്. ഓക്കെ, ഇത് സ്ഥിതി ചെയ്യുന്നത് കലക്ട്രേറ്റിലാണ്, ട്രിവാൻഡ്രം കലക്ട്രേറ്റിലാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവിടെ എല്ലാ രീതിയിലുള്ള വെൽഫെയർ മെഷേഴ്സിനും സോഷ്യൽ, എക്കണോമിക്, അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള എക്സെട്രാ ഇതെല്ലാം സംരക്ഷിക്കാനുള്ള ഒരു ഓർഗനൈസേഷനാണ് ട്രാൻസ്ജെൻഡർ സെൽ. ഓക്കെ, അപ്പം 2018 ഇത് രൂപീകരിച്ചത് കേട്ടോ. 2018 രൂപീകരിച്ചത്. ഇപ്പോൾ ഏകദേശം 10 കൊല്ലമായി തോന്നുന്നു. 10 കൊല്ലമായി ട്രാൻസ്ജെൻഡർ സെല്ല് പ്രവർത്തിക്കാൻ വേണ്ടി 10 കൊല്ലമായി കേട്ടോ. അപ്പം ഇവിടെയുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രൂപീകരിച്ച സമയത്ത് 4 സീറ്റ് എന്ന് പറഞ്ഞാൽ 4 വേക്കൻസീസ് ഉണ്ടായിരുന്നു, ജോബ് വേക്കൻസീസ്. അതിൽ ഫസ്റ്റ് പറയണത് പ്രൊജക്റ്റ് ഓഫീസർ, അതിൻ്റെ താഴെ അസിസ്റ്റൻറ്റ് പ്രൊജക്റ്റ് ഓഫീസർ 2 പേർക്ക് ഉണ്ടായിരുന്നു. പിന്നുള്ളത് ഓഫീസ് അസിസ്റ്റൻറ്റ്. ഓക്കെ, ഇപ്പോൾ സാലറി പറയുമ്പോൾ ഏകദേശം പ്രൊജക്റ്റ് ഓഫീസറിന് 30,000, താഴെയുള്ള ആൾക്കാർക്ക് 20,000, പിന്നെ എത്ര 17,000 അല്ലെങ്കിൽ 18,000 അങ്ങനെയൊക്കെയായിരുന്നു. ഓക്കെ, പിന്നെ മെയിൻ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരാർ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. കരാർ അടിസ്ഥാനത്തിൽ എന്ന് വെച്ചാൽ 1 വർഷത്തെ കരാറായിരുന്നു. അപ്പോൾ 1 വർഷം കഴിഞ്ഞാൽ വീണ്ടും ഈ സാമൂഹ്യനീതി വകുപ്പും അവിടുത്തെ കലക്ടറും ആൾക്കാരൊക്കെ വീണ്ടും ഇൻ്റർവ്യൂ വെക്കുമ്പോൾ ആളുകൾ അപേക്ഷിക്കും, ആളുകളൊക്കെ വരും. അവർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചിലപ്പം ഇവർ ഈ പഴയ ആളുകൾ തന്നെ എടുക്കും, അല്ലെങ്കിൽ പുതിയ ആൾക്കാർ എടുക്കും, അവരിഷ്ടമാണ്. ഇപ്പോൾ സർക്കാർ മാറി. ആ തുടങ്ങിയ സമയത്ത് LDF സർക്കാരായിരുന്നു. 2018 LDF സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് TD സെല്ല് രൂപീകരിച്ചത്. 10 വർഷം കഴിഞ്ഞു, സർക്കാർ ഭരണം മാറി, കോൺഗ്രസ് ഭരണത്തിൽ വന്നു. ഇപ്പം ട്രാൻസ്ജെൻഡർ സെല്ല് അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, ആളുകൾ മാറാൻ നിൽക്കുകയാണ്, പുതിയ ആൾക്കാർ വരും. അതായത് വീണ്ടും ഇൻ്റർവ്യൂ നടക്കാനുള്ള ഇതിലോട്ട് നിൽക്കുകയാണ്. അതായത് അപേക്ഷ കാര്യങ്ങളൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾ അപേക്ഷിക്കുന്നുണ്ടാകും, ആളുകൾ ഇൻ്റർവ്യൂവിന് വരികയും ചെയ്യും. ഇവിടെ ഞാൻ കണ്ട മെയിൻ വിഷയം എന്താ വെച്ചാൽ ഈ 10 വർഷമായിട്ടും ഈ കരാർ അടിസ്ഥാനത്തിലല്ലാതെ ഇവർ ആളെടുത്തിട്ടില്ല. ഇതിൽ ഇവർ പറയുന്ന വേക്കൻസീസ് എന്താണ്, ഈ പ്രൊജക്റ്റ് ഓഫീസർക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം, ബിരുദാനന്തര ബിരുദം. യെസ്. താഴെയുള്ള പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റിന് ഡിഗ്രി വേണം, ഓഫീസ് അസിസ്റ്റൻറ്റ് 10ാം ക്ലാസ് മതി. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ആൾ, എക്സ്പീരിയൻസ് ഒക്കെ വേണമുള്ള ആളുകൾക്ക് ഇവർ ഈ കരാർ അടിസ്ഥാനത്തിൽ നിർത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ട ഒരു പോരായ്മ തന്നെയാണ്. അത് 10 വർഷമായിട്ടും ഈ 10 വർഷം തന്നെ അതിൽ നിന്ന ആൾക്കാരുണ്ട്, ഒരേ പോസ്റ്റ് നിന്ന ആൾക്കാർ പോലും ജോലി സ്ഥിരപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഒരു ഡ്രോബാക്ക് തന്നെയാണ്. അതിന് LDF ഗവൺമെൻറ് ആയാലും ശരി, ഇപ്പോഴത്തെ ഗവൺമെൻറ് ആണെങ്കിലും ശരി. ഞാനുള്ളതുള്ള പോലെ പറയട്ടോ. ഇപ്പോൾ ഈ പാർട്ടി അന്ന് നോക്കിയിട്ടല്ല പറയണത്, ഇപ്പോൾ ഞാനുള്ള ഒരു കമ്മ്യൂണിറ്റി എന്ന രീതിയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഓക്കെ, യെസ്. ഇപ്പോൾ പാർട്ടി ഞാൻ ഒന്നും എടുത്ത് വെക്കുന്നില്ല. ഓക്കെ, ഇവരെന്തുകൊണ്ട് ഇത് സ്ഥിരമാക്കിയില്ല? ഇത്രയും ആൾക്കാർക്ക് ഇവർ സ്ഥിരമാക്കി കൊടുത്തില്ല. നമുക്കിപ്പോൾ 1 വർഷത്തെ ജോലി കിട്ടുമായിരിക്കും, 1 വർഷം ശമ്പളം കിട്ടുമായിരിക്കും. ഇത് കയറുന്ന ആൾക്കാർക്ക് 1 വർഷം അവർ സേഫാണ്. കാരണം എന്താ, 12 മാസം സേഫാണ്. കാരണം 12 മാസം അവർ വർക്ക് ചെയ്താൽ സാലറി കിട്ടും. അവർ ഗവൺമെൻറ് എംപ്ലോയി പോലെ തന്നെയാണ് അവർ നിൽക്കുക. അവർക്ക് ID കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കേരള സർക്കാരിൻ്റെ ശനി ഞായർ അവധിയായിരിക്കും. ഗവൺമെൻറ് എംപ്ലോയി കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സ് അവർ കിട്ടും. എന്ന് വെച്ചാൽ മറ്റുള്ള ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥ എങ്ങനെയാണോ അതുപോലെയുള്ള കിട്ടും. അല്ലാതെ ബാക്കിയുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥ കിട്ടുന്ന സംഭവങ്ങളൊന്നും ഇതാക്കില്ല കേട്ടോ, ഒന്നും കിട്ടില്ല കേട്ടോ. ബാക്കിയുള്ള ആൾ കിട്ടുന്ന പോലത്തെ ബെനിഫിറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ. ഒരു കോൺട്രാക്ട് ജീവനക്കാരന് കിട്ടുന്ന എല്ലാം കിട്ടും. ഓക്കെ, പിന്നെ ഇവർക്ക് PF കാര്യങ്ങളും ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. വേറെ ഒരു ഇതിലുള്ള ഒരു സംഭവം ഇല്ല. ഒരു ജോബ് സെക്യൂർ അല്ല. എന്താണ് ഇതുകൊണ്ട് ഒരു ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല സത്യത്തിൽ. ഒരു TD സെല്ലിൽ സാമൂഹിക വകുപ്പ് നടത്തുന്ന ഇതിൽ ഇത്രയും വിദ്യാഭ്യാസ യോഗ്യത അവർ പറയുന്നുണ്ട്. എന്നാൽ ആ ജോലി ഒന്ന് സ്ഥിരപ്പെടുത്തിക്കൂടെ എന്നാണ് എൻ്റെ ചോദ്യം. എന്തുകൊണ്ട് 10 വർഷമായിട്ട് സ്ഥിരപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് വെക്കാനുള്ള ഏറ്റവും വലിയ ഇത്. അത് ഏറ്റവും വലിയൊരു ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ 4 സീറ്റ് ഉള്ളത് ഇപ്പോൾ 3 സീറ്റ് ആക്കിയവർ, അതെന്നെ ഡ്രോബാക്കാണ്, അതെന്നെ മോശമാണ്.
അതായത് പ്രൊജക്ട് അസിസ്റ്റൻറ്റ് 2 പേരായിരുന്നു 2018. അത് എപ്പോഴോ അവർ വെട്ടിച്ചുരുക്കി അത് ഒന്നാക്കി. ഇപ്പോൾ 3 സീറ്റേ ഉള്ളൂ. ഈ 3 സീറ്റിന് 500 ആൾക്കാർ അപേക്ഷിക്കും. കേരളത്തിലുള്ള ട്രാൻസ്ജെൻഡേഴ്സ്. ഈ പറഞ്ഞ 500 ആൾക്കാരിൽ 100 പേര് വരും. അറിഞ്ഞൂടെ എത്ര പേര് വരും, എന്തായാലും വരും. 3 പേർക്ക് ജോലി കിട്ടും. ഈ 3 പേര് ഒരു വർഷം കഴിഞ്ഞാൽ അവർ വീണ്ടും തെണ്ടും. എന്ന് വെച്ചാൽ വീണ്ടും അവർക്ക് പുതിയ ജോലി അന്വേഷിക്കണം. അവിടെ ടെൻഷൻ അടിക്കണം. 10 മാസം ആകുമ്പോഴത്തേന് അവർ വീണ്ടും ടെൻഷൻ അടിക്കാൻ തുടങ്ങും. 2 മാസം കൂടി ഉള്ളൂ. അവർ അതിന് മുമ്പ് ജോലി അന്വേഷിക്കണം. പിറ്റത്തെ വർഷം ഇവിടെ തന്നെയാണ് വരാനുള്ള കാര്യം ഒരു ഉറപ്പുമില്ല. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതെന്താണ്? ഇങ്ങനെയാണോ ഒരു കമ്മ്യൂണിറ്റി ട്രീറ്റ് ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ എന്നാണ് എൻ്റെ ചോദ്യം. എന്തുകൊണ്ട് സ്ഥിരപ്പെടുത്തിക്കൂടാ? സാലറി എന്ന് പറയുമ്പോൾ ഒരു ബേസിക് സാലറി കൊടുക്കുന്നുണ്ട്. അതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതൊന്നും ആ കാര്യം നമുക്ക് വിടാം. പക്ഷേ ജോലി സ്ഥിരപ്പെടുത്താതെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ചോദ്യമുണ്ട്. പിന്നെ ഇവർ ഇത് വെട്ടിക്കുറച്ചതിൻ്റെ ഉദ്ദേശം, സീറ്റ് വെട്ടിക്കുറച്ചു, സാലറി കൊടുക്കണ്ടല്ലോ, ആ ജോലിയും കൂടെ ഒരാൾ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആട്ടോ ഈ ട്രാൻസ്ജെൻഡർ സെല്ലിൻ്റെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട്. സാമൂഹ്യ വകുപ്പിൻ്റെ അടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനോ ഇതിനു വേണ്ടി നിൽക്കാനോ ആരും ഇല്ല. അതാണ് ഏറ്റവും വലുത്. ആരും ഇതിന് വേണ്ടിയിട്ട് നിന്നിട്ടില്ല. ഇതിന് വേണ്ടി പോയിട്ട് കണ്ട് സംസാരിക്കാനോ ഇതിൻ്റെ ആവശ്യകതകൾ ഉന്നയിക്കാനോ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ വേണം, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ സ്ഥിരപ്പെടുത്തണം, അല്ലെങ്കിൽ ഇനിയുള്ള ആളുകൾക്ക് മുഴുവൻ സ്ഥിരമായിട്ട് ജോലി കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിലും ഓക്കെ. അവരെന്തുകൊണ്ടൊരു അറ്റ്ലീസ്റ്റ് ഒരു ഇൻ്റർവ്യൂ അല്ലാതെ ഒരു ടെസ്റ്റ് നടത്തിക്കൂടാ? അങ്ങനെയൊക്കെ ഏത് രീതിയിൽ ഇവർക്ക് ഇന്നെ വേണ്ട. ഒരു ഇത്രയും വർഷമൊക്കെ അതിൽ നിന്ന ആൾക്കാരുണ്ട്. 10 വർഷം 2 വർഷമൊക്കെ നിന്ന ആൾക്കാരുണ്ട്. അവർക്കെങ്കിലും അവരൊന്ന് സ്ഥിരമായി കൊടുത്തൂടെ? ഇതൊന്നും ചെയ്യാതെ ഇവർ എന്താണിത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇങ്ങനൊരു വന്നപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞു, ഷൈന് ഇതിന് അപേക്ഷിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ ഇതിന് കിട്ടൂല പറഞ്ഞു. ഒന്നാമത് ഈ താൽക്കാലിക ജോലിക്ക് എന്നെ കിട്ടൂല തന്നെ ഞാൻ പറഞ്ഞു. എനിക്ക് താല്പര്യമില്ല. താൽക്കാലിക ജോലിക്ക് ഞാൻ നിൽക്കേണ്ട ആവശ്യം എന്താണ്? ഉള്ള ജോലി ഒഴിവാക്കിയിട്ട് താൽക്കാലിക ജോലിക്ക് വേണ്ട ആവശ്യമുണ്ടോ? ഒരു ആവശ്യമില്ല. പിന്നെ സാലറീൻ്റെ കാര്യം അത് വിഷയമുള്ള കാര്യമില്ല. പിന്നെ നമ്മൾ കൂടും, അത് ഗ്രാജുവലി കൂടും. പക്ഷേ സ്ഥിരമായിട്ട് ജോലിയുള്ള ആരും, എൻ്റെ അഭിപ്രായത്തിൽ സ്ഥിരമായിട്ട് ജോലിയുള്ള ആരും അത് ഒഴിവാക്കി ഈ ജോലിക്ക് വരരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പഴയ ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുണ്ടാവില്ല. ഉറപ്പുണ്ടെങ്കിൽ വന്നോട്ടോ, ഉറപ്പുണ്ടെങ്കിൽ വന്നോ. അല്ലാത്തവർ വരണ്ട. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വല്ല ബിസിനസ്സോ അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, അത് നടത്താനൊക്കെ ആൾക്കാർ വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലാതെ നിങ്ങൾ ഈ ഉള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആ ജോലി ഒഴിവാക്കി വലിയ സംഭവമാണ്, ജോലിയൊക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് വരികയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ ഗോവിന്ദ നിങ്ങൾ വേറെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആ ജോലി ഒഴിവാക്കി വരരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ജോലി ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ജോലി ഇല്ലാതെ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനൊക്കെ നിന്ന് ജോലി ഇല്ലാതെ ജോലി അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ താൽക്കാലിക ജോലി കിട്ടണം വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ കുഴപ്പമില്ല വിചാരിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വന്ന് അപേക്ഷിക്കുക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അവർ കയറട്ടെ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ജോലി ഇല്ലാത്തവർ കിട്ടട്ടെ എന്നാണ്. കാരണം അവരായിരിക്കും ചിലപ്പോൾ ഒരു ക്രൈസിസ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ 1 ഇയർ എക്സ്പീരിയൻസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, അപേക്ഷിക്കുക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അല്ലാതെ ഈ ജോലിയുള്ള ആൾക്കാർ ജോലി കളഞ്ഞിട്ട് ഇതിന് വന്നിട്ട് ഒരു പ്രയോജനമില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, നിങ്ങൾ ലോജിക്കായിട്ട് ചിന്തിക്കുക കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ കാര്യം ഇപ്പോൾ എന്തുകൊണ്ട് ഇത് പെർമനൻ്റ് ആക്കുന്നില്ല എന്നുള്ള കാര്യം എൻ്റെ ഭാഗത്തുനിന്നുള്ള ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യനാണ്. അതിപ്പോൾ ഏത് ഗവൺമെൻറ്റാണെങ്കിലും ശരി, അതിനൊരു ഇത് നിങ്ങൾ കണ്ടെത്തണം. ഒരു പരീക്ഷയെങ്കിലും വെച്ചിട്ട് ഇത് പെർമനൻ്റ് ആക്കുക. ഒരു ടെസ്റ്റ് എടുത്തട്ടെ. കുറേ ആൾക്കാരില്ല ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷനും ഗ്രാജുവേഷനും കഴിഞ്ഞ ആൾക്കാർ അവർ വന്ന് എക്സാം അറ്റൻഡ് ചെയ്യട്ടെ. അല്ലെങ്കിൽ ഇതൊരു എന്താ പറയുക, ഒരു PSC ഇതുപോലെ തന്നെ നടത്തുക. എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിനുള്ളൊരു കാര്യം കൊടുക്കുക. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ആൾക്കാർ മാത്രമല്ലേ വരുള്ളൂ. അതിൽ ഏറ്റവും നല്ല ഇതിൽ സ്കോർ ചെയ്യുന്ന ആൾക്കാർക്ക് ജോലി കൊടുക്കുക. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അങ്ങനെ ചെയ്യുക. അല്ലാതെ ഇവർ ഈ കോൺട്രാക്റ്റ് പറഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ വലിപ്പിച്ചാൽ ഞാൻ എന്താ പറയുക. ഇവിടെ കുറേ സംഭവങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ കേട്ടോ. ഈ ട്രാൻസ്ജെൻഡർ സെല്ല് നിൽക്കുന്ന ആൾക്കാർ ഈ 2-3 പേര് ഇപ്പോൾ അതിൽ കയറുമല്ലോ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട്. ഇവർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരായിരിക്കണം. ക്വാളിറ്റി എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഇവർ റോൾ എന്താണ്, അവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ട ആൾക്കാർ. എന്നാൽ ട്രാൻസ്ജെൻഡർ ആൾക്കാർക്ക് മിക്കപ്പോഴും ഇപ്പോൾ ഈ വർഷം അനുവദിച്ചത് 5 കോടിയാണെന്ന് തോന്നുന്നു ഗവൺമെൻറ്.
ഇത് എന്തൊക്കെ കാര്യത്തിന് ചിലവാക്കണം, ആരെയും കൊടുക്കണം, എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ ഇവർ അറിഞ്ഞിരിക്കണം. പദ്ധതികളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, കുറേ കാര്യങ്ങൾ ഇവർ അറിഞ്ഞിരിക്കണം, അവരെന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം പെൻഡിങ്ങിൽ വെച്ച് നിൽക്കാനും പറ്റില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും, അത് ക്രൈസിസ് ആണെങ്കിലും ശരി, ഇനിയിപ്പം TG കാർഡാണെങ്കിലും ശരി, വാട്ട് എവർ ഇറ്റ് ഈസ്, എല്ലാ അത് കാര്യങ്ങൾ ഭയങ്കര ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, പെൻഡിങ് ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തലവേദനയാണ്. ഇതിന് മുമ്പത്തെ കേസുകളൊക്കെ ഉണ്ടാവും, സർജറി ഫണ്ട് അത് ഇത്, അതൊക്കെ കൊടുത്ത് ഒഴിവാക്കുക, അതൊക്കെ കൊടുത്ത് തീർത്തിട്ട് ഫ്രഷായിട്ട് എന്താ ആരംഭിക്കുക കാര്യങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കുറേ കംപ്ലയിൻറ്റ്സ് ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പഴയ ആൾക്കാരൊക്കെ, പഴയ ഈ സ്ഥലത്തിൽ പ്രവർത്തിച്ച ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ആൾക്കാരൊന്നും വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ പരാതികളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഓഫീസർക്ക് ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല, കാരണം അത് ഒരുപാട് കാര്യങ്ങൾ അസൈൻ ചെയ്യുന്നതും വർക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നത് ചില പ്രൊജക്റ്റ് ഓഫീസറായിരിക്കും, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നതൊക്കെ. പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റിന് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ അസിസ്റ്റൻ്റ് അല്ലാത്ത സ്റ്റാഫ് ഉണ്ടാവുമല്ലോ, ഓഫീസ് സ്റ്റാഫിന് ഇത് ഹാൻഡിൽ ചെയ്യുക. അതായത് ഫോൺ അറ്റൻഡ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇനി ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു മെയിൽ അയക്കട്ടെ, മെയിൽ അയക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ ഏറ്റവും നല്ലത് മെയിലാണ്. അതാണ് ഒരു ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ നിവേദനം അയക്കുക, കത്തയക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക പ്രൊജക്റ്റ് ഓഫീസർക്ക്. അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ വെറുതെ അങ്ങോട്ട് കയറി ചെന്നിട്ട് ഞാൻ ട്രാൻസ്ജെൻഡറാണ്, ട്രാൻസ്മെന്നാണ്, ട്രാൻസ്മോണാണ്, മറ്റതാണ് മറിച്ചാണ് പറഞ്ഞ് കയറി ചെന്നാൽ കാര്യമില്ല. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് പോവുക. പഠിച്ചിട്ട് പോകേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ സംഭവങ്ങളിലെ കറൻറ്റ് കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളെക്കുറിച്ച്, സാമൂഹിക വകുപ്പ് നടത്തിയിരുന്ന മഴവിൽ പദ്ധതികളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും A to Z നിങ്ങൾ പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി, വർഷം ഉൾപ്പെടെ എല്ലാം അറിഞ്ഞിട്ട് വേണം പോകാൻ. ഏതെങ്കിലും രീതിയിൽ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഒരു ഉത്തരം പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക, നല്ല രീതിയിൽ കോൺഫിഡൻസ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഭയങ്കര അധികം. ഇതൊന്നും വലിയൊരു എന്താ പറയുക, നിങ്ങൾ അത്രയും പേടിച്ച് വിറച്ചൊന്നും ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമില്ല, നല്ല കോൺഫിഡൻസ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, അതിന് വന്നത് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇത്രയും വർഷമായിട്ട് ഇവിടെ ഇത് പെർമനൻ്റ് ആക്കിയില്ല എന്നുള്ള സങ്കടം കൊണ്ട് തന്നെയാണ്, ഭയങ്കര സങ്കടം. അത് എന്തുകൊണ്ടാണ് ഈ വീണ്ടും വീണ്ടും ഇത് കോൺട്രാക്റ്റ് ആയിട്ട്, എന്തപ്പോൾ ഒരു പ്രയോജനം എന്താണ് ഇങ്ങനെ കോൺട്രാക്റ്റ് ആക്കിയിട്ടുള്ളത്? എന്താ അത് എൻ്റെ അഭിപ്രായത്തിൽ അതൊരു വേസ്റ്റായിട്ടാണ് ഞാൻ കാണുന്നത്, ഒരു വേസ്റ്റായിട്ട്, ഇത് വേസ്റ്റാണ്. അപ്പം അത്യാവശ്യം ആൾക്കാർ വിചാരിക്കുന്ന കുറേ കാര്യമുണ്ട്, വെറുതെ കയറി ഇരുന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു അതല്ല, റോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ റോൾ അങ്ങനത്തെ റോളാണ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇൻവോൾവ്ഡ് ആണ്. നിങ്ങളുടെ തലയിൽ പല പല കാര്യങ്ങൾ വരും, ബാധ്യതകൾ വരും, പല ഉത്തരവാദിത്തങ്ങൾ വരും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ തന്നെ അത് ഹാൻഡിൽ ചെയ്യണം. എപ്പോഴും എന്താണ്, ഹൗ ടു മാനേജ് എന്നുള്ള സംഭവമാണ്. ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്രൊജക്റ്റ് മാനേജർക്ക് അറിഞ്ഞിരിക്കണം. പ്രൊജക്റ്റ് മാനേജർ ഉദ്ദേശിച്ച പ്രൊജക്റ്റ് ഓഫീസർക്ക് അറിഞ്ഞിരിക്കണം ഡിസിഷൻ മേക്കിങ്ങും മാനേജ്മെൻറ്റും. മാനേജ്മെൻറ്റ് ഉദ്ദേശിച്ചത് ആരൊക്കെയാണ്, നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ 2 പേരുണ്ടോ ഞങ്ങൾ ബാക്കിലുള്ള, അവരെ മാനേജ് ചെയ്യാനും, നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റ് മാനേജ് ചെയ്യാനും കംപ്ലീറ്റ്. നിങ്ങൾ പ്രൊജക്റ്റ് ഇപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, ഇപ്പോൾ യൂത്ത് ഫെസ്റ്റിവലാണ് ചോദിക്കുക, ട്രാൻസ്ജെൻഡർ യൂത്ത് ഫെസ്റ്റിവൽ സപ്പോസ്, അത് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ പ്രൊജക്റ്റ് ഓഫീസറാണ് നോക്കുന്നത് അല്ലേ. പിന്നെ ഈ ടീമിനെ മാനേജ് ചെയ്യുക, നിങ്ങളുടെ ടീമില്ലേ അതിന്. പിന്നെ ഉള്ളത് ഡിസിഷൻ മേക്കിംഗ് ആണ്, അതും വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പ്രൊജക്റ്റ് ഓഫീസർക്ക് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. മെയിനായിട്ട് പ്രൊജക്റ്റ് ഓഫീസർ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്: ഡിസിഷൻ മേക്കിംഗ് പവർ, പ്രോബ്ലം സൊല്യൂഷൻ, ഓക്കെ, പിന്നെന്താ ഇത് മാനേജ്മെൻറ്റ്, ലീഡർഷിപ്പ്. ഇതൊക്കെയാണ് പ്രൊജക്റ്റ് മാനേജറെ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഓഫീസറെ മെയിൻ ക്വാളിറ്റി. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് പറ്റിയ പണിയല്ല, മിണ്ടാതിരിക്കുന്ന ആൾക്കാരാക്കിയും വേണം. അപ്പോൾ സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കണം, കമ്മ്യൂണിക്കേഷൻ ചെയ്യണം, അത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഉള്ള ആൾ വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഏതായാലും ആൾ വരും, അത് ആൾക്കാരെന്തായാലും വരും, വരാതിരിക്കൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറയാനാണ് ഇപ്പോൾ വീഡിയോ വന്നത്. കൂടുതലൊന്നും പറയല്ല, ഇപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങളെ വലിയ കമൻറ്റ് രേഖപ്പെടുത്തുക. ഓക്കെ, കമൻറ്റ്സ് എപ്പോഴും വേണ്ട ആവശ്യകതയുണ്ട്. നിങ്ങളെ കമൻറ്റ്സാണ് നമുക്ക് പവർ. അപ്പോൾ കമൻറ്റ്സ് രേഖപ്പെടുത്തുക.